Hello guys, welcome back to our channel Flying Freakies. It's me Reshma here. ഇന്ന് എൻ്റെ കൂടെ മമ്മിയാണുള്ളത്. നമുക്ക് ഫേസ് പെയിൻറ്റ് ചെയ്ത് തരുന്നത് നിമക്കിരനാണ്. നിമക്കിരൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിമ നല്ലതായിട്ട് ആർട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. നമുക്ക് ബർത്ത്ഡേ ഫങ്ഷൻസിനും അങ്ങനെ പിള്ളേരുടെ അതായത് ചിൽഡ്രൻസിൻ്റെ സെക്ഷനിലേക്ക് എന്ത് ഫേസ് പെയിൻറ്റിങ്സ് വേണമെങ്കിലും പുള്ളിക്കാരിയെ കോണ്ടാക്ട് ചെയ്താൽ മതി. പുള്ളിക്കാരി അതിൻ്റെ ക്ലാസ്സും കൊടുക്കുന്നുണ്ട്. വേറെയും പല ആർട്ട് വർക്ക്സ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് ഹൈലൈറ്റ് ചെയ്തത് ഫേസ് പെയിൻറ്റിങ്ങിനെയാണ്. കാണുമ്പോൾ ചോദിക്കുന്നതല്ല കേട്ടോ, ഇത് ഞാൻ ബ്രഷ് ഇട്ടതാണ്. എന്തെങ്കിലും അത് ഞാൻ ഫേസ് പെയിന്റ് ഓർഡർ ചെയ്ത് ചെയ്യുന്നതാണ്. നമ്മളിങ്ങനെ കുട്ടികൾക്കാണ് ബർത്ത്ഡേ പാർട്ടിക്ക് ദിവസം ഇവിടെ ബേബിയില്ലേ സാറിന്റെ കൊച്ചുമോന്റെ ബർത്ത്ഡേ പാർട്ടി മലയാളം മനസ്സിലാക്കും. നോർത്ത് ഇന്ത്യൻ പിന്നോട് ചേർത്ത് എന്നാണ്ട് ചെയ്യുന്നത് നൈസായിട്ട് ഇങ്ങോട്ട് വന്ന് നോക്കി. നിങ്ങളുടെ ഡോഗാണ്. അതെ അതെ, ഇത് നിൽക്കുന്ന എന്താന്ന് അറിയാനായിട്ട് പുള്ളി അതിന് വേണ്ടിട്ടാ ആള് വന്ന്. സേഫ് ആണോ എല്ലാം ഞാണ് നോക്കുന്നതെന്ന് തോന്നുന്നില്ലേ? കറക്റ്റ്. അവൻ ഭയങ്കര എന്നെ തൊട്ട് കഴിഞ്ഞാൽ ഇവിടെ കിരൺ ഹസ്ബൻഡിന് വരെ നല്ല കൊടുക്കാൻ കിരൺ തന്നെയാണോ വിളിക്കുന്നത്? ഞാൻ ഞങ്ങളവിടെ കണ്ണനെ വിളിക്കാറുണ്ട്. ഇവിടെ ഞങ്ങള് കിനു ഇത് കിരാന്ന് വിളിക്കും. കണ്ണ ഞങ്ങൾ വിളിക്കാറ്. കണ്ണിന്റെ എന്റെ ഫ്രണ്ട്സ് വിളിക്കും കൺ 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 വിളിക്കുന്നത്. അറിയാതെ വീട് വെച്ച് പറഞ്ഞിട്ടാൻ അവരിങ്ങനെ തന്നെ നോക്കും. ചെയ്തിട്ടുണ്ടോ ഫേസ് പെയിന്റ്? ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഫസ്റ്റ് ട്രൈ ഞാൻ ആക്ച്വലി ഒരു HR ആയിരുന്നു, ടെലികോമിലായിരുന്നു. സോ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് വന്നപ്പോ ഞാൻ റിസൈൻ ചെയ്തു. ഇപ്പൊ കറന്റ്ലി ഞാൻ ഡിജിറ്റൽ അല്ല ശരിക്കും ഞാൻ വീട്ടിലെല്ലാവരും ഹാപ്പിയാണ്. ഞാൻ റിസൈൻ ചെയ്തത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ വർക്ക് ഇതുപോലെ ഞാനും അതേ ഫീൽഡ് ആയിരുന്നു. എഞ്ചിനീയർ ആയിരുന്നു ബേസിക്കലി. പിന്നെ അതിന് മുമ്പ് ടീച്ചറായിരുന്നു. പിന്നെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ടീച്ചർ 5 വർഷം. അപ്പൊ എന്റെ പാഷനെ ഫോളോ ചെയ്ത് ഞാനിങ്ങനെ അത് ശരി ഇഷ്ടമുള്ള എനിക്ക് എന്നെ ടെൻഷൻ ഫീൽഡ് ആയതുകൊണ്ട് എല്ലാരും പറയും നിർത്തിക്കോന്ന് പറഞ്ഞു. 2 പേരെ അയച്ചിട്ടുണ്ടായി. അതൊരു സുഖത്തായിരുന്നു. ഞങ്ങൾ 2 പേരെ പാഷൻ ഫോളോ ചെയ്ത് പറഞ്ഞു. Super. യൂട്യൂബ് ചാനൽ ഇടുന്നുണ്ടോ? ഇടുന്നുണ്ട്. ഇത് സ്പെഷ്യൽ ആയിട്ട് അപ്പൊ എന്നെ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട. നിമാക്കിയിട്ടുണ്ട്. ഓക്കെ. ഓ യെസ് ഷുവർ.
ഇപ്പൊ എത്രയായി സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എങ്ങനെ? നമുക്കിപ്പോ 5000 ആ റേഞ്ച് ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവും. ആ റീസെന്റ് മോണിറ്റൈസേഷൻ ആയോ? അതെല്ലാം കഴിഞ്ഞു. അത് സ്റ്റാർട്ട് ചെയ്ത് 3 months. ഓ ഇപ്പൊ എത്ര നാളെ സ്റ്റാർട്ട് ചെയ്തത്? 1 year. 1 year ജസ്റ്റ് കഴിഞ്ഞു. ഇപ്പൊ ഞാനിപ്പോ കുറവാണ് ഇപ്പൊ 4000 ആകാറായി. ആഹാ. ഞാനിപ്പോ ഒന്നും നോക്കലില്ല. ഓ ഈ അടുത്ത കൊറേ സ്പാമിങ് ഒക്കെ ആയിട്ട് ഇങ്ങനെ കൊറേ കേറി എന്നിട്ട് പിന്നെ ഇറങ്ങി പോന്നും കണ്ടു. അപ്പൊ ചോദിച്ചപ്പം യൂട്യൂബ് അപ്ഡേറ്റ്സ്. അപ്പൊ ചിലവരിങ്ങനെ കേറി ഇറങ്ങി അങ്ങനൊക്കെ പോത്തില്ലേ, സോ അതൊക്കെ സ്പാം ആവും. ഇഷ്ടമായോ? നല്ലായിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. Thank you so much. എനിക്ക് കഴിയില്ല. നിങ്ങളുടെ മമ്മി യോയോയാ. അന്നറിഞ്ഞോ? നോ പ്രോബ്ലം. അവിടെ ചേർന്നില്ലേ? ഇത് മരുമോളാണ് മരുമോളാണ്. മോളാണ് മരുമോള് തോന്നുന്നില്ല. അതാ ഞാൻ ചോദിച്ചത്. ഞങ്ങക്ക് മോളൊന്നും മരുമോളൊന്നും ഒന്നുമില്ല. എല്ലാം ഒരു കുടുംബത്തില് അതെ അതെ ഒരു കൊച്ചുകൂടി കേറണം. അതല്ലേ ഏറ്റവും വലുത്. തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് എന്റെ കൊച്ചല്ലേ. പിന്നല്ല, മമ്മിയാണ് പൊളിയാട്ടോ. ഇടി പിടിക്കുമ്പോ ഭയങ്കര പൊളിയാണ്. ഇടിയൊക്കെ സ്നേഹം. പക്ഷെ പുറത്തുനിന്ന് ആരെങ്കിലും വന്നത് ഞങ്ങൾ എന്നോട് ഒരുമിച്ച് ചേർന്നിരിക്കും. അതെ അതെ, അത് കിരണ്ണയാണെങ്കിലും അതല്ലേ. അതത്രേ ഉള്ളൂ. എനിക്കിപ്പം കൊറേ കിട്ടിയിട്ടുള്ളതാണ്. ഇവര് ചേർന്ന് കഴിഞ്ഞല്ലേ നമ്മള് ഓ അമ്മ നമസ്കാരം ഉണ്ട്. ഇവിടെ ചേട്ടോ ഓക്കെ. അത് ആ സെക്ഷൻ കഴിഞ്ഞു. ആ നമ്മുടെ ലിപ്പണാട്ട് അതന്നെ അതന്നെ. അത് ആക്ച്വലി എന്റെ ഒരു സ്റ്റുഡന്റ് ആണ്. ഞാൻ ലിപ്പണാട്ടിന്റെ ക്ലാസ് വെക്ക്. അപ്പൊ അതില് അങ്ങനെ പരിചയപ്പെട്ടതാ. അയ്യോ ഞാൻ കണ്ടില്ലടാ. ഭയങ്കര കുഞ്ഞാണ്. ആണോ? അവരത് കയറിയോ? ഞാൻ കണ്ടില്ല. അടിപൊളി. അപ്പൊ നിനക്ക് ഭയങ്കര ഭാഗ്യമുണ്ട് കേട്ടോ. ആർക്ക് ശോഭേനെയും കാണണം എന്ന് പറഞ്ഞ് ഭയങ്കര ഇഷ്ടമായിരുന്നു. രേഖ മാം ഇവിടെ വന്നിരുന്ന ഒരു ക്രാഫ്റ്റ് ചെയ്തായിരുന്നു. എനിക്ക് അങ്ങനെ വലിയൊരു അവസരം കിട്ടി.
സ്റ്റോണ് ഇതാര് കഴിഞ്ഞു. ഇന്നാണ്ടേ അഡ്വാൻസിന്റെ മോളാ. എങ്ങനെയുണ്ട്? പിന്നെ അടിപൊളി. എന്റെ ഫസ്റ്റ് ഏറ്റവും ഇളയ കുട്ടി ആണ്, ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയാണ് എന്റെ അടുത്ത് ചെയ്യുന്നത്. ചെയ്തേക്കണാ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമാ. ഏറ്റവും ഫസ്റ്റ് ടൈം ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയായിരുന്നു എന്റെ അടുത്ത്. ചിരിച്ചേക്കെന്നാ ഒരു യോയൊക്കെ പറഞ്ഞോ അവിടെ മാറാ. Use കാട്ടെ. Okay. ഞാൻ പറഞ്ഞു. അടിപൊളി. Okay, thank you, അമ്മേ.